അടിപൊളി പടമാണ്. കാരണം നമ്മുടെ പഴയ വിക്രമിനെ തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ് കിട്ടിയത്. അത് പെർഫോമൻസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും നല്ല അടിപൊളി ഫിലിം തന്നെയാണ് പറയാറുള്ളത്. പിന്നെ ലൈക്ക് യൂഷ്വലി വിക്രം നല്ല ഹാർഡ് വർക്ക് ചെയ്യും എല്ലാ പടത്തിനുമായിട്ടും. പക്ഷെ സ്റ്റോറി വൈസ് അല്ലെങ്കിൽ പടം കുറച്ച് മോശമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. സ്ക്രിപ്റ്റ് ഒക്കെ വിഷയം സ്ക്രിപ്റ്റ് ആണ്. പിന്നെ ഇതിപ്പം സുരാജേട്ടനാണെങ്കിലും ആരാണെങ്കിലും എസ് ജെ സൂര്യ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജേട്ടനാണെങ്കിലും പുള്ളിക്കാരന്റെ ക്യാരക്ടർ വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്രം ആസ് യൂഷ്വൽ വിക്രമും സുരാജും ആയിരുന്നു, എസ് ജെ സൂര്യ ആയിരുന്നു. മനസ്സിലായില്ല. കോംബോ ആരുമായിട്ടായിരുന്നു ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കോംബോ അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു തുല്യമായിട്ടുള്ള ഒരു തന്നെയാണ് വന്നത്. അതായത് സ്റ്റോറിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അല്ല ഒരാളെ ഇങ്ങനെ പൊക്കി പറയാൻ പറ്റത്തില്ല. എല്ലാം എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മ്യൂസിക് വർക്ക് ആണെങ്കിലും നല്ല മ്യൂസിക് ആയിരുന്നു. ജി വി പ്രകാശ് നല്ല വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം നല്ല ഹിറ്റാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. മലയാളത്തിൽ നിന്ന് സുരാജായിട്ട് ആദ്യമായിട്ട് തമിഴ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഭയങ്കര ഒരു ഫീഡ്ബാക്ക് കിട്ടും ഈ ഒരു സിനിമയിൽ കൂടെ. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ സുരാജ് വെഞ്ഞാറപ്പുറം നടന് ഒരു കിട്ടും. കാരണം നമ്മൾ പണ്ടൊക്കെ ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് തൊട്ടാണെങ്കിലും കണ്ടുവരുന്ന ഒരു ലൈക്ക് ഒരു കൊമേഡിയൻ റോൾ ചെയ്ത സുരാജ്, ആ സുരാജായിട്ടല്ല ഇവിടെ ഉള്ളത്. ലൈക്ക് പുള്ളിക്കാരന്റെ റോളൊക്കെ നല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള റോൾ തന്നെയാണ്. ആ രീതി തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള റെക്കഗ്നിഷൻ എന്തായാലും ഒരു തമിഴ് ഫീൽഡിൽ കിട്ടും പുള്ളി. നല്ല സിനിമ, വിക്രമന്റെ സൂപ്പർ സിനിമ, അടിപൊളി അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല സൂപ്പർ. സുരാജേട്ടൻ മലയാളത്തിൽ തമിഴിലോട്ട് ആദ്യമായിട്ട് പോയിരിക്കുന്നത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഷോട്ട് 16 മിനിറ്റിലാണ് ആദ്യത്തെ ഒറ്റ ഷോട്ടായിട്ടുള്ള സീൻസ് ഒക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. ഭയങ്കര ഒരു ചാൻസ് ഇല്ലാത്ത പടം. ഹലോ ഭയങ്കര നല്ല ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സഡൻ ആക്ഷൻ, വിക്രമിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്തുള്ള ആക്ഷനാണ്. സഡൻ പെട്ടെന്ന് എന്താ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ്. അതെ കൊള്ളാം. നായികയായിട്ടുള്ള ഒരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? വിക്രം നായികയായിട്ടുള്ള ഒരു ലവ് കോംബോ ബെസ്റ്റ്. കണ്ണോട് കണ്ണ് നോക്കി തന്നെ അവർ തമ്മിൽ മനസ്സിലാക്കി എല്ലാം അതിലോട്ട് കൊണ്ടുവന്നു. നല്ല രീതിയിൽ നല്ല പടമാണ്. സൂപ്പർ. മാത്രമേ ഉള്ളൂ വിക്രമിന്റെ പടം പറയാനായിട്ട്. നല്ല പടം, നല്ല കിടിലം പടം. മറ്റേ കൈതിയില്ലേ, അതുപോലെ രാത്രി നടക്കുന്ന സംഭവമാണ്. സൂപ്പർ പടം. ഒരു നൈറ്റ് കഥയാണോ? ഒരു നൈറ്റ് സെക്കൻഡ് പോകണം. ആദ്യത്തെ പോയിന്റ് വരുള്ളൂ. പക്ഷെ പടം നല്ല പടം, ഒരു സെക്കൻഡ് പോലും പോറില്ല. സുരാജ് വെഞ്ഞാറപ്പുറം എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് അടിപ്പ് കിട്ടുന്ന അടിപ്പ് കൊല്ല. എല്ലാവരുടെയും കഥാപാത്രം കൊല്ല, ഒരു സെക്കൻഡ് പോലും പോറില്ല. നല്ല പടം. എമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവും. കരഞ്ഞോ? എപ്പോഴും കരയണതില്ല, പക്ഷെ ത്രില്ലിംഗ് ആണ് പടം. വിജയിച്ച് പോറില്ല ഒരു സീന് പോലും. നല്ല പടം. നല്ല തിരക്കുണ്ടോ? അപ്പൊ തിരക്ക് ഹൗസ്ഫുള്ളായിരുന്നു. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. എസ് ജെ സൂര്യയും സുരാജ് ചേട്ടനൊക്കെ സൂപ്പർ ആയിരുന്നു. സുരാജ് ചേട്ടൻ ആദ്യമായിട്ട് തമിഴ് പോയിട്ട് കൊള്ളാം, അടിപൊളിയായിരുന്നു. തകർത്തു. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിക്രമായിട്ടുള്ള ഒരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? സെറ്റായിരുന്നു, മാസമായിരുന്നു. വിക്രമിനെ ഒരു തിരിച്ചു കിട്ടിയ പോലെ ഇതിൽ പുള്ളി ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനെ ഇനി മുന്നുള്ള സിനിമകളും ഇടില്ല. നല്ല പടം. ഇത് പാർട്ട് 2 അല്ലേ ഇറങ്ങി? എങ്ങനെയാണ് പാർട്ട് 2? പിന്നെ ഒരു പാർട്ട് 1 വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇത്രയും കണ്ടിട്ട് ഇതിന് മുന്നേ എന്താണ് നടന്നതെന്നൊക്കെ ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷ കാണും. അങ്ങനെയൊന്നുമില്ല, ആകാംക്ഷ. പക്ഷെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പടം. വിക്രമിന്റെ തന്നെ സൂപ്പർ അഭിനയം. എങ്ങനെയാ ഒരു ദിവസം നടക്കുന്ന ഒരു കഥയായിട്ടാണ്? അതെ. സുരാജ് വെഞ്ഞാറും കൂടെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് തമിഴിൽ പോയി അഭിനയിച്ചു. എങ്ങനെയുണ്ട്? നല്ല അഭിനയം. വിളിച്ചിട്ടുണ്ട്. പോയില്ല പടം. ഹലോ, എന്താണ് കൂടുതൽ പറയാനുള്ളത്? ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് പോയിട്ട് ആദ്യം പറയാണ്ട് കുറച്ച് തമിഴൊക്കെ വഴങ്ങാനുണ്ട്, എന്നാലും കൊള്ളാം. ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പടത്തിന്റെ മൊത്തം ലക്ഷം നല്ല രസമുണ്ട്. വിക്രം ആസ് യൂഷ്വൽ നല്ല പടം. ഒരു ദിവസം നടക്കുന്ന ഒരു കഥയായിട്ടാണോ? ഒറ്റ രാത്രി കൊണ്ട് തീരുന്ന സിനിമയാണ്. നല്ല ഫാസ്റ്റ് പേസ്ഡ് മൂവിയാണ്. നായിക എങ്ങനെയുണ്ട്? ഇവരായിട്ടുള്ള ഒരു കോംബോ അങ്ങനെ വലിയ സീക്വൻസ് നായിക ക്ലൈമാക്സിലൊക്കെ നല്ല അഭിനയമാണ്. നല്ല പടമാണ്. ഫസ്റ്റ് വാച്ച് പടം തന്നെ നല്ലൊരു മാസമായാലും ക്ലാസ് ആയാലും കൂടി ഫുൾ ടൈം എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. വൺ നൈറ്റ് നടക്കുന്ന കഥയാണ്. ഫുള്ള് നമ്മുടെ കൈതി മൂവി പോലെയാണ്. ഒറ്റ നൈറ്റിലുള്ള കഥ തന്നെ ഫുള്ളായിട്ട് നല്ല ത്രില്ലിംഗ് ആണ്. എൻഗേജിംഗ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. നല്ലൊരു മൂവി തന്നെയാണ്. സുരാജേട്ടൻ അഭിനയം ബെസ്റ്റാണ്. നല്ല പോലെയുണ്ട്. തമിഴ് അറിഞ്ഞുകൂടെങ്കിലും ചേട്ടൻ നല്ല പോലെയാണ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോടൊപ്പം തന്നെ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. എസ് ജെ സൂര്യ അഭിനയം ഒന്നും അറിയില്ല. ആസ് യൂഷ്വൽ തന്നെ ഫുൾ തകർന്നിട്ടുണ്ട്. ആശ എപ്പോഴും സൈലന്റ് ആയിട്ടിരുന്നിട്ടുള്ള ഒരിക്കലും പരിപാടിയുണ്ട്. അതേ പരിപാടി തന്നെ അയാൾ എപ്പോഴും ഉള്ളത്. മൊത്തത്തിൽ നല്ലൊരു പടം.